ഈ കോഴ്സുകൾക്ക് അഡിക്റ്റ് ആയാൽ ഞാൻ ഉത്തരവാദിയല്ല. തമ്പനയിൽ ക്യാപ്ഷൻ കണ്ട് അല്പം തമാശയായിട്ട് തോന്നിയോ? എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കോഴ്സിന്റെ ഡെമോ നോക്കി എനിക്ക് വന്ന മെസ്സേജുകളിൽ നിന്ന് മനസ്സിലായ കാര്യമാണ്. നിരവധി ഉദ്യോഗാർത്ഥികളാണ് കഴിഞ്ഞ ഈ ഒരാഴ്ചയായിട്ട് ഒരു ദിവസത്തെ ഡെമോ ക്ലാസ്സുകൾ ആക്ടിവേറ്റ് ചെയ്ത് അത് നോക്കിയതിന് ശേഷം എന്നോട് പറഞ്ഞ കമന്റുകളിൽ ചിലതാണ്. ഇത് തുടങ്ങിയതിന് ശേഷം ഏത് സമയവും ഈ കോഴ്സിന്റെ മുന്നിൽ തന്നെയാണ്. നല്ലതുപോലെ പഠിക്കാൻ കഴിയുന്നു. സെൽഫ് ബേസ്ഡ് ആയിട്ട് തന്നെ പഠിക്കാം. പക്ഷേ നമ്മുടെ പുറകിൽ ഒരാളുണ്ട് നമ്മളെ കൺട്രോൾ ചെയ്യാൻ. പഠിക്ക് എക്സാം എടുക്ക് ചെയ്യ് എന്ന് പറയാൻ എന്ന രീതിയിലുള്ള ഏറ്റവും മികച്ച കോഴ്സ്, ഇതുപോലൊരു കോഴ്സ് ഞങ്ങൾ ഇതുവരെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളെ. ഇതൊക്കെ പറയുമ്പോൾ തള്ളു കുറച്ചുകൂടെ എന്ന് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള കമന്റുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ യാഥാർത്ഥ്യമായിട്ട് തന്നെ കാണണം. ഒരുപാട് ഫീ കൂടിയ കോഴ്സുകൾ പഠിക്കുന്നതിൽ കഥയുണ്ടോ എന്നുള്ളത് തിരിച്ചറിയാനുള്ളൊരു മാർഗമായിട്ടെങ്കിലും ഇത് സ്വീകരിക്കാവുന്നതാണ്. എത്രയോ എഫക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. അത്രമാത്രം എക്സാമുകൾ നമ്മുടെ മുന്നിൽ നിൽക്കെ നമ്മുടെയൊക്കെ പല പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കോഴ്സുകൾ പർച്ചേസ് ചെയ്യുകയൊക്കെ ചെയ്യും. വലിയ കോഴ്സുകളും ചെറിയ കോഴ്സുകളും പഠനമൊക്കെ ആരംഭിക്കും. പക്ഷെ കേവലം 1-2 ദിവസത്തെ ആ ഒരു ത്രില്ല് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പതുക്കെ താഴോട്ട് പോകുന്നതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ പഠിക്കാനുള്ള പ്രേരണ കൂടി വരികയാണ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ചില അനുഭവങ്ങൾ പറയട്ടെ. ചില ആളുകൾ എൻ്റെ അടുത്ത് പറയുന്നു, രാത്രി 12 മണിക്കും 12:30 1 മണി സമയത്തൊക്കെ കോളുകൾ വരാൻ തുടങ്ങും. സാർ ഇന്നത്തെ ക്ലാസ് വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത്ഭുതമാവുകയാണ്. കാരണം ഞാനൊരു കോഴ്സിലെ ക്ലാസ്സുകൾ ഓപ്പൺ ആക്കുന്നത് രാത്രി 12 മണിക്കാണ്. ഏതെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടോ മറ്റോ ആ കോഴ്സ് ആ സമയത്ത് ആക്ടിവേറ്റ് അല്ലെങ്കിൽ അപ്പം എനിക്ക് കോൾ വരും എന്നുള്ളതാണ്. എൻ്റെ വീട്ടുകാർ പറയും, ഇതെന്താണ് ഈ 12 മണി സമയത്തും 1 മണി സമയത്തും ഒക്കെ കുട്ടികൾ എന്താണ് ഇങ്ങനെ, അവർ ഈ സമയത്തൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളതാണ്. 1-2 പേരുടെ അടുത്ത് ഞാൻ ചോദിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞത് അത് തന്നെയാണ്. സാർ ഇത് കണ്ടില്ലെങ്കിൽ പിന്നെ അങ്ങ് ഉറക്കം വരില്ല. ഇത് കണ്ടു കഴിഞ്ഞ് ഇന്നത്തെയും കൂടെ അങ്ങോട്ട് ഫിനിഷ് ചെയ്താൽ മാത്രമേ സംതൃപ്തിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ സമയത്തായാലും ബുദ്ധിമുട്ടിക്കുന്നത്. പക്ഷെ നമ്മുടെ നമ്പർ പബ്ലിക്കാണ്. ഏത് സമയത്ത് രാത്രിയായാലും പകലായാലും വാട്സപ്പിൽ മെസ്സേജ് ഇടാനോ വിളിക്കാനോ ഒന്നും തന്നെ നമ്മൾ യാതൊരു തടസ്സവും പറയാറില്ല എന്നുള്ളതാണ്. ഇന്നലെ ഒരു പയ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, പയ്യനൊന്നുമല്ല, അത്യാവശ്യം പ്രായമുണ്ട്, എനിക്ക് തോന്നുന്നു 38-39 വയസ്സ് അങ്ങോട്ട് പ്രായമുണ്ട്. ആള് പറഞ്ഞ ആള് സഹോദരങ്ങൾക്കും കൂടെ ഈ കോഴ്സ് വേണം. ആളൊരു ഡെമോ നോക്കിയതാ. ഓഡിയോ ലെസൺ വളരെയധികം ഇഷ്ടപ്പെട്ടിരിക്കുന്നു. മിക്ക ആളുകളും പറയുന്നത് ഓഡിയോ ലെസനെ കുറിച്ച് പറയാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റ് കിച്ചണിലോ മറ്റോ ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് കേട്ടാൽ മതി, വീഡിയോ പോലും കാണേണ്ട കാര്യമില്ല, അത് മനസ്സിൽ ഉറയ്ക്കും എന്നുള്ളതാണ്. ഇന്നലെ ഡെമോ കൊടുത്ത ഒരാള് എൻ്റെ അടുത്ത് പറഞ്ഞത്, ചുമ്മാ ഒരു എൻക്വയറി നടത്തി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിച്ചതൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് എൻക്വയറി നടത്തി. ഞാൻ ഇതിനു മുമ്പ് പല കോഴ്സുകൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ വാങ്ങിച്ചിട്ടുണ്ട്, ഒരുപാട് പൈസ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കൊരു 60-70 കൂടുതൽ മാർക്കുകളൊന്നും കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഏറെക്കുറെ പഠനം നിർത്തിയതാ. ഇനി പരീക്ഷിക്കാനില്ല. എന്നാൽ ഇത് ഒരു വീഡിയോ എൻ്റെ കണ്ടതുകൊണ്ട് മാത്രം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി എന്നെ ഇങ്ങനെ ഒരു കോണ്ടാക്ട് ചെയ്തപ്പോൾ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞത്, ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, കുറെ മുമ്പ് ട്രൈ ചെയ്തതൊന്നും നടക്കുന്നൊന്നുമില്ല, 60-70 മീറ്റയ്ക്കൊന്നും കയറുന്നില്ല എന്നെൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല, ഞാനൊരു കോഴ്സ് ആക്ടിവേറ്റ് ചെയ്തു തരാം ഒരു ദിവസത്തേക്ക്, നിങ്ങൾ അത് ഉപയോഗിച്ച് തുടങ്ങും. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള, തുടക്കത്തിൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തു. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഓവർസിയർ റിവൈസ്ഡ് കോഴ്സ്, ഓവർസിയർ റിവൈസ്ഡ് 2025 എന്ന് പറയുന്ന ആ കോഴ്സാണ് ഞാൻ ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്തത്. 1000 രൂപയാണ് പെർ മന്ത്. പൈസ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഒരു ദിവസം ഞാൻ ആക്ടിവേറ്റ് ചെയ്ത് തരാം, നിങ്ങൾ കണ്ടു തുടങ്ങും, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആ കുട്ടി സിവിലിസി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് സൈനപ്പ് ചെയ്ത് ആ ഇമെയിൽ ഐ ഡി എനിക്ക് അയച്ചു തന്നു. ഞാൻ ആ ഇമെയിൽ ഐ ഡി വെച്ച് ആൾക്ക് ഒരു ദിവസത്തേക്ക് ഈ കോഴ്സ് അങ്ങ് ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്തു. വേറെ ഒന്നും പറഞ്ഞില്ല.
ഇന്ന് രാവിലെ തന്നെ ആ കുട്ടി വിളിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, വളരെ സന്തോഷമായി സാറേ, ഞാൻ പഠനം അവസാനിപ്പിച്ചതാണ്, ഞാൻ ചുമ്മാ ഒന്ന് എൻക്വയറി ചെയ്തെന്നേ ഉള്ളൂ. ഒത്തിരി പൈസ എൻ്റെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പൈസ ഞാൻ ഇതിനു വേണ്ടി കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കോഴ്സ് ഞാൻ കണ്ടതിന് ശേഷം തീരുമാനമെടുത്തു, ഞാൻ ഇനി പിന്നോട്ടില്ല. കാരണം ഇതിലെ ചെറിയ ചെറിയ ലെസണുകളാണ്, ഒട്ടും ബോറടിക്കില്ല. വീഡിയോ കണ്ടു, അതിൻ്റെ എസെൻസ് ആണ് ടെക്സ്റ്റിലുള്ളത്, ടെക്സ്റ്റ് ലെസണിലുള്ളത്. ടെക്സ്റ്റ് ലെസൺ അടിപൊളിയാണ്. അതുപോലെ തന്നെ ആ ടെക്സ്റ്റ് ലെസൺ, ഇത് വീഡിയോ ലെസനാണ്, ഇതാണ് ടെക്സ്റ്റ് ലെസൺ. ടെക്സ്റ്റ് ലെസന്റെ ഭാഗമാണ്, കണ്ടോ, വളരെ ലെജിബിൾ ആണ്. മൊബൈലിലൊക്കെ കാണുകയാണെങ്കിൽ വളരെ ലെജിബിൾ ആണ്. ടെക്സ്റ്റ് ലെസൺ വായിച്ചു, അതിനകത്ത് മെമ്മറി ടിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടോ, ഗോൾഡൻ റൂൾസ് PSC എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പഠിക്കാൻ, മെമ്മറി ഫോർമുല, ക്വിക്ക് കാൽക്കുലേഷൻ, ഇതൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇമേജുകളുണ്ട്. ഇത് കണ്ടിട്ട് അടിപൊളിയായി പഠിക്കാൻ സാധിച്ചു. അതിനുശേഷമാണ് ഓഡിയോ ലെസൺ ഞാൻ കേൾക്കുന്നത്. കണ്ടോ, ഓഡിയോ ലെസൺ. തവണ നമ്മൾ സിസ്റ്റം ഓഫ് ഫോഴ്സസിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഓർമ്മയുണ്ടോ, ഒരു ചോദ്യം നമ്മൾ ബാക്കി വെച്ചിരുന്നു. ഉവ്വ്, ഒരു വസ്തുവിൽ ഒരേ സമയം പല ബലങ്ങൾ വന്നാലേ എന്ത് സംഭവിക്കും എന്നുള്ളത്. അതെ, എക്സാക്ട്ലി. ഒരു മരം മുറിക്കാൻ 2 പേര് 2 ദിശയിലേക്ക് കയറുകൊണ്ട് വലിക്കുന്ന ഒരു സീൻ ആലോചിച്ച് നോക്കൂ. അവരുടെ ഇടയിലുള്ള ആംഗിൾ മാറുന്നതിനനുസരിച്ച് ആ മരം വീഴുന്ന രീതിയും മാറും. ശരിയാണ്. അപ്പോ ഇന്ന് നമ്മൾ അതിന്റെ ഉത്തരമാണ് നോക്കാൻ പോകുന്നത്. ഈ പല ബലങ്ങളെ എങ്ങനെ ഒന്നായിട്ട് കാണാം. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ ഒരു ഓഡിയോ ലെസൺ ആണിത്. ഈ ഓഡിയോ ലെസൺ കേട്ടാൽ മതി, അത് വെറുതെ കണ്ണടച്ചിരുന്ന് കേൾക്കും, അല്ലെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് കേൾക്കും. അതിലുള്ള പോയിന്റുകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. നോക്കൂ, വീഡിയോ ആയി, ടെക്സ്റ്റ് ലെസൺ ആയി, ഓഡിയോ ലെസൺ ആയി, 3 തവണ റിപ്പീറ്റ് ചെയ്തതിന് തുല്യമാണ്. എന്നിട്ടാണ് പ്രാക്ടീസ് ക്വിസ് ചെയ്യുന്നത്. 10 ചോദ്യമേ ഉള്ളൂ ഒറ്റ തവണ, ബോറടിക്കുന്ന പ്രശ്നമേ ഇല്ല, 5 മിനിറ്റ് പോലും വേണ്ട. ആ എക്സാം ആവേശത്തോടു കൂടിയാണ് സാറേ ഞാൻ ചെയ്തത്. ആദ്യമായിട്ടാണ് എനിക്ക് എല്ലാ ക്വസ്റ്റിനും ശരിയാവുന്നത്. സാധാരണ ഈ എക്സാമുകൾ ചെയ്തു നോക്കാൻ തോന്നാറില്ല, കാരണം 50ഉം 100ഉം ക്വസ്റ്റ്യൻ മുന്നിൽ കിടക്കുമ്പോൾ മടുപ്പാവും. പക്ഷെ ഇത് ആകെ 10 ക്വസ്റ്റിനേ ഉള്ളൂ. ഒരു മടുപ്പുമില്ലാതെ ഞാൻ ചെയ്തു സാറേ, എല്ലാ ക്വസ്റ്റിനും ശരിയായി. അപ്പോഴാണ് ഗ്രേഡ് കാണുന്നത്. ഇപ്പൊ ഇവിടെ ഞാനിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. മുകളിൽ കാണാം ഓവറോൾ ഗ്രേഡ് F ആണ്. നമുക്ക് A തൊട്ട് F വരെയുള്ള ഗ്രേഡാണത്. A ഗ്രേഡ് തന്നെ കിട്ടി. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, A ഗ്രേഡ് അല്ലെങ്കിൽ B ഗ്രേഡ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞിരുന്നു. A ഗ്രേഡ് തന്നെ കിട്ടി. വളരെ സന്തോഷമായി. ഞാൻ പഠിക്കാൻ അത്ര ഹൈ ലെവലിലുള്ള ആളൊന്നുമല്ല, ആവറേജും അല്ല, അതിന് താഴെയാണ്. പക്ഷേ എനിക്ക് ആദ്യ തവണ തന്നെ A ഗ്രേഡ് കിട്ടിയപ്പോഴുള്ള ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ ഞാൻ റീടേക്ക് ചെയ്തു. സാറ് പറഞ്ഞതുപോലെ 10 തവണ ഞാൻ അത് റീടേക്ക് ചെയ്തു. ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. എൻ്റെ ആവറേജ് ഗ്രേഡ് A തന്നെയാണ്. പിന്നെ ഞാൻ 90% മേലെ സ്കോർ നോക്കാൻ തുടങ്ങി. 97, 98% വരെ ആവറേജ് സ്കോർ ഞാൻ എത്തിച്ചു. അപ്പൊ അതിനോട് ഭയങ്കര ത്രില്ലാണ്. ഏത് സമയം അത് ചെയ്യാൻ തോന്നുക. സത്യത്തിൽ വീട്ടിലെ ജോലിയൊക്കെ മറന്നു, വീട്ടിലെ നിരന്തരമായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറന്നുപോയി. ഞാൻ അതാണ് ഈ ക്യാപ്ഷൻ ഇടാനായിട്ടുള്ള കാരണം. ഒന്നല്ല, ഒന്നിൽ കൂടുതൽ പേര് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, സാറേ ഇത് ചെയ്യാനിരിക്കുമ്പോൾ തുടങ്ങിയതിന് ശേഷം മറ്റെല്ലാം മറന്നു പോവുകയാണ്. വീട്ടുകാരൊക്കെ ചോദിക്കാൻ തുടങ്ങി, ഇതെന്താണിത്, ഏത് സമയം പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സാറേ ഞാനിപ്പോൾ ഇതിന് അഡിക്റ്റ് ആണ്. ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയ മെസ്സേജാണ്. അപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. ആ കുട്ടി പറഞ്ഞു, സാർ എനിക്ക് ഒരു ദിവസത്തെ ഡെമോ സെറ്റ് ചെയ്ത് തന്നത് എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കും എന്ന കാര്യത്തിൽ ഇന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോഴുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. ആ കുട്ടി രാവിലെ തന്നെ ഈ കോഴ്സ് പർച്ചേസ് ചെയ്തു എന്നുള്ള സന്തോഷം നിങ്ങളെ അറിയിക്കട്ടെ. ഞാൻ അത് ഒബ്സർവ് ചെയ്യും. ആ കുട്ടിയെ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ. നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, അല്ല ഞങ്ങളുണ്ട്, ടീം സിവിലിസി നിങ്ങളോടൊപ്പമുണ്ട്. ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളൂ എന്നാണ് പറഞ്ഞത്. ഇത്തരത്തിലെ നിരവധി ആളുകളാണ് നമ്മളെ ദിവസവും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെമോ കിട്ടുമോ എന്ന് ചോദിച്ച് വിളിക്കുന്നത്. അപ്പം ഞാൻ ഇന്നലെ മുതലാണ്, കഴിഞ്ഞ ഒരാഴ്ച മുതലാണ് തീരുമാനിച്ചത്, നമുക്ക് എല്ലാവർക്കും ഒറിജിനൽ കോഴ്സ് തന്നെ ഡെമോ ആയിട്ട് കൊടുക്കാം. ഡെമോ ആയിട്ടല്ല, ഒറിജിനൽ കോഴ്സ് തന്നെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കാം. ഫ്രീ ആയിട്ട് ഒരു ദിവസം അവർ കാണട്ടെ, കണ്ട് എക്സ്പീരിയൻസ് ചെയ്യട്ടെ, എങ്ങനെയുണ്ട്, അതിൽ ഓരോ ഫീച്ചറുകളും എങ്ങനെയുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കട്ടെ. ഇത് പഠിച്ചു തുടങ്ങിയാലുണ്ടല്ലോ ഇതിനോട് അഡിക്റ്റ് ആവും, യാതൊരു സംശയവും വേണ്ട. ശരിക്കും അതാ വേണ്ടത്. എക്സാമുകളിലേക്കൊന്നും ഫോക്കസ് ചെയ്യണ്ട, നിങ്ങളിത് പഠിക്കാൻ തുടങ്ങി. ഇതിനൊരു ക്രമമുണ്ട്, ഒരു താളമുണ്ട്, ഒരു റിഥമുണ്ട്. അത് കൃത്യമായി റൂട്ട് മാപ്പ് ചെയ്ത് അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം, അടുത്തത് എന്ത് ചെയ്യണം, അടുത്തത് എന്ത് ചെയ്യണം,
ഓരോന്ന് കഴിയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് എ ഗ്രേഡ് കീപ്പ് ചെയ്യാതെ അടുത്തതിലേക്ക് പോകരുത്. അതാണ് കൺട്രോൾ. കൃത്യമായി എല്ലാവരും ട്രൈ ചെയ്യുന്നത് അതിന് തന്നെയാണ്. എ ഗ്രേഡ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ അടുത്ത ലെസണിലേക്ക് പോവുക, അത് കഴിഞ്ഞ് അടുത്ത ലെസണിലേക്ക് പോവുക. ആദ്യം സ്പീഡ് കുറച്ച് കുറവാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതിവേഗത്തിലാണ് പോകുന്നത്. അപ്പോഴാണ് ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യാൻ എങ്ങാനും ലേറ്റ് ആയാൽ ഉടനെ വിളി വരും എനിക്ക്, സാറേ ഇന്നത്തെ ക്ലാസ് കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ എക്സാം എടുക്കാൻ കഴിയുന്നില്ലല്ലോ, സാങ്കേതികമായിട്ട് എന്തെങ്കിലും ചിലപ്പോൾ ഡ്രാഫ്റ്റിലെങ്ങാനും കിടക്കുകയായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, അപ്പോൾ കോള് വരും. മുമ്പ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. മുമ്പ് എന്ത് കൊടുത്താലും തുറന്നു നോക്കാറില്ല എന്ന് പറയുന്ന അവസ്ഥയാണെങ്കിൽ കാലം മാറി. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ ആധുനികമായ ടെക്നോളജികൾ, ഓൺലൈൻ ക്ലാസ്സുകൾ എത്രമാത്രം സ്വീകാര്യതയുള്ളതാക്കി മാറ്റിയെന്നറിയാമോ? ഇപ്പൊ ഡയറക്റ്റ് ക്ലാസ്സുകളൊന്നും വേണ്ട. ഡയറക്റ്റ് ക്ലാസ്സുകൾക്ക് പോയിരുന്ന ഒരുപാട് പേര് ഇതിലേക്ക് മാറിക്കഴിഞ്ഞു. മറ്റു പല കോഴ്സുകളും ചെയ്തിരുന്ന ആളുകൾ ഇപ്പൊ ഇതിലേക്ക് മാറിക്കഴിഞ്ഞു. നമ്മളാണെന്നുണ്ടെങ്കിൽ മന്ത്ലി പേയ്മെന്റിനുള്ള സൗകര്യം, അതും ചെറിയ എമൗണ്ട് അല്ലെ, ചെറിയ എമൗണ്ട് എന്ന് പറയുമ്പോൾ 1000 രൂപയൊക്കെയാണ് നമ്മുടെ കോഴ്സുകളുടെ ഫീ വരുന്നത്. നമ്മൾ ഏറ്റവും പുതിയ കോഴ്സുകളാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഓവർസിയർ 3rd ഗ്രേഡ് LSTDക്ക് വേണ്ടിയിട്ട്, ഫസ്റ്റ് ഗ്രേഡിന് വേണ്ടിയിട്ട് ഡിപ്ലോമ ലെവൽ കോഴ്സ്, അതുപോലെ തന്നെ ബിടെക് ലെവൽ കോഴ്സ്, എയ്ക്ക് വേണ്ടി ഇറിഗേഷൻ എ, ഒരുപാട് എക്സാമുകൾ വരികയാണ് ഈ വർഷത്തിൽ. നോക്കൂ, ഫീ നോക്കൂ, 1000 രൂപ പെർ മന്ത്. ഡിപ്ലോമ ലെവൽ ആണെങ്കിൽ 1400 പെർ മന്ത്, ബിടെക് ലെവൽ ആണെങ്കിൽ 1800 പെർ മന്ത്. കൂടാതെ KWA ഉണ്ട്, KWA ഗ്രേഡ് 2 1000 പെർ മന്ത്. സർവേയർ കോഴ്സ് ഉണ്ട് 1000 പെർ മന്ത്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സിൽ മാത്രം ഫോക്കസ്ഡ് ആകുന്നതായിരിക്കും നല്ലത്. എന്നാൽ ചിലർക്ക് മുന്നൊക്കെ കുറെ പഠിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ ഒന്നിൽ കൂടുതൽ എക്സാമുകൾക്ക് വേണമെങ്കിൽ ഒരേ സമയം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ കോഴ്സുകളുടെ പ്രത്യേകത റിവിഷൻ ചെയ്യുന്നവർക്കായാലും ആദ്യമായിട്ട് പഠിക്കുന്നവർക്കായാലും ഒരുപോലെ സൂട്ടബിൾ ആണ് എന്നുള്ളതാണ് ഈ കോഴ്സുകളുടെ പ്രത്യേകത. അപ്പൊ അതിനുവേണ്ടി നമ്മൾ മെമ്പർഷിപ്പ് പ്ലാനുകളും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെമ്പർഷിപ്പ് പേജിന്റെ പേജ്. civileasy.in എന്ന വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് എല്ലാം കാണാം. അതിലെ കോഴ്സ് പേജാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഇപ്പോൾ കാണിക്കുന്നത് മെമ്പർഷിപ്പ് പേജാണ്. നോക്കൂ, ഇവിടെ സെലക്ട് ചെയ്യുക. ITI ആണെങ്കിൽ ITI സെലക്ട് ചെയ്യുക, ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമ സെലക്ട് ചെയ്യുക, ബിടെക് ആണെങ്കിൽ ബിടെക് സെലക്ട് ചെയ്യുക. ബിടെക് എടുക്കുന്നവരുടെ ഗുണം എന്താ അറിയാമോ? അവർക്ക് ഡിപ്ലോമയ്ക്ക് വേണ്ട എല്ലാം അവർക്ക് കിട്ടും, ITIക്ക് വേണ്ട എല്ലാം കിട്ടും, ബിടെക്കിന് വേണ്ട എല്ലാം കിട്ടും. ഡിപ്ലോമക്കാരെ സംബന്ധിച്ചാണെങ്കിൽ ITIക്ക് വേണ്ട എല്ലാം കിട്ടും, ഡിപ്ലോമയ്ക്ക് വേണ്ട എല്ലാം കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ ബിടെക് ലെവലൊക്കെയാണ് എടുക്കുന്നത് എങ്കിൽ നമ്മളിവിടെ ITI ലെവൽ നോക്കുക. ITI ലെവൽ 1 മന്ത് കണ്ടോ, 1 മന്തിന് ഫീ വരുന്നത് ബ്രോൺസ് പ്ലാൻ 0 ആണ്. അത് എല്ലാം ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സിൽവർ പ്ലാൻ 600 രൂപ. നോക്കൂ, മന്ത്ലി 600 രൂപയ്ക്കും നമുക്ക് പഠിച്ചു തുടങ്ങാമെന്ന് പറയുന്ന അത്രയും സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോഴ്സുകൾ വേറെ ആര് ചെയ്യുന്നുണ്ട്? നോക്കൂ, ഇതിനകത്ത് ഒത്തിരി ഫീച്ചറുകൾ ഉണ്ട്. കോച്ചിങ് പ്രോഗ്രാം 1 ഇയർ ITI ലെവൽ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഒരു വർഷം കൊണ്ട് ITI ലെവൽ ഭംഗിയായി പഠിക്കണമെന്നുള്ളവർക്കുള്ള കോച്ചിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ. ഓരോ ദിവസവും ഡെയിലി വൈസ് നിങ്ങളെ പഠിപ്പിച്ചെടുക്കുന്ന രീതിയിലാണ് കോച്ചിങ് പ്രോഗ്രാം. ബണ്ടിൽ കോഴ്സ് ഓവർസിയർ ഗ്രേഡ് 2 ആൻഡ് ഗ്രേഡ് 3 ITI ലെവൽ 1 ഇയർ പ്രോഗ്രസീവ്. അതായത് ഓരോ ദിവസവും പുതിയ കണ്ടന്റ് വന്നുകൊണ്ടിരിക്കുന്ന, ഒരു വർഷം കൊണ്ട് പഠിക്കാവുന്ന ഒരു ബണ്ടിൽ കോഴ്സ് അവർക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. ITI ലെവൽ സ്റ്റഡി ഗ്രൂപ്പ്, സിവിൽ വാർ ഗ്രൂപ്പ്, ജനറൽ ഗ്രൂപ്പ്, ന്യൂസ് ആൻഡ് അപ്ഡേറ്റ് ഗ്രൂപ്പ്, മെമ്പർഷിപ്പ് എൻക്വയറി ഗ്രൂപ്പ്, ITI ലെവൽ കമ്മ്യൂണിറ്റി ആക്സസ്, സിവിൽ വാർ കമ്മ്യൂണിറ്റി ആക്സസ്, പ്രൈവറ്റ് ചാറ്റ്, അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് ബുക്കിംഗ്, ഇവന്റ്സ്, വെബിനാർ, ബ്ലോഗ്, ഒട്ടനവധി ഫീച്ചറുകൾ. ജസ്റ്റ് എൻറോൾ നൗ കൊടുക്കുക, ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. മാസം 600 രൂപ മാത്രമാണ് സിൽവർ പ്ലാനിനുള്ളത്. കണ്ടോ, ഗോൾഡ് പ്ലാൻ ഈ 600 രൂപയാകുമ്പോൾ 3 മാസത്തേക്ക് 1800 വരേണ്ടതല്ലേ? പക്ഷേ 3 മാസം ഒന്നിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1600 ഉള്ളൂ. 6 മാസം ഒന്നിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും 3600 വരുന്നതിന് പകരം 3000 ഉള്ളൂ. ഒരു വർഷം ഒന്നിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 7200 പകരം വെറും 5500 രൂപ കൊടുത്താൽ ITI ലെവലിൽ നമുക്ക് എല്ലാം പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഡിപ്ലോമ ലെവൽ ഉണ്ട്, ബിടെക് ലെവൽ ഉണ്ട്. ഇപ്പൊ ഇതിനകത്തൊക്കെ നമുക്ക് കാണാം. ഇതിൽ MT എന്നാണ് കിടക്കുന്നത്, അന്ന് കറക്റ്റ് ചെയ്യണം. MT എന്ന് പറഞ്ഞാൽ 1 മാസത്തെയാണ്. 1 മാസത്തെ കോഴ്സ് ഏതാണ് എടുത്തിരിക്കുന്നത്? ബിടെക്. കണ്ടോ, ബിടെക് സിൽവർ പ്ലാൻ 1000 രൂപ മുതൽ ആരംഭിക്കുകയാണ്. സിൽവർ പ്ലാൻ. ഗോൾഡ് പ്ലാൻ 2000 രൂപ മന്ത്ലി. ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ഡയമണ്ട് പ്ലാൻ 3000 രൂപ. നമ്മുടെ കോഴ്സ് പേജിൽ ഞാൻ കാണിച്ച ആ 5 കോഴ്സുകൾ ഉണ്ടല്ലോ, ഓവർസിയർ ഗ്രേഡ് 3 LSTD, ഡിപ്ലോമ ലെവൽ, ബിടെക് ലെവൽ, KWA ഗ്രേഡ് 2, അതുപോലെ തന്നെ സർവേയർ ഒഴികെ ബാക്കി എല്ലാ കോഴ്സുകളും നമുക്ക് ഈ ഡയമണ്ട് പ്ലാനിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. 3000 രൂപ മാസം. അതിനകത്തുള്ള ഫീച്ചേഴ്സ് കണ്ടു നോക്കൂ, എന്തുമാത്രം റിച്ച് ആണ്.
കോച്ചിങ് പ്രോഗ്രാം 1 ഇയർ ബിടെക് ലെവൽ ഗൈഡഡ് കോഴ്സ്, കോച്ചിങ് പ്രോഗ്രാം 1 ഇയർ വേറെ ഫസ്റ്റ് ഗ്രേഡ് ലെവല്, ഡിപ്ലോമ ലെവൽ ഗൈഡഡ് കോഴ്സ്, കോച്ചിങ് പ്രോഗ്രാം 1 ഇയർ ITI ലെവല്, റിവൈസ്ഡ് ഓവർസിയർ കോഴ്സ്, KWA ഗ്രേഡ് 2 കോഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കോഴ്സ്, കോച്ചിങ് പ്രോഗ്രാം PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ. അത് ഇപ്പോൾ നടന്നു വരുന്ന കോഴ്സാണ്, അതിപ്പോൾ കഴിയും, അധികം വൈകാതെ കഴിയും. ബണ്ടിൽ കോഴ്സ് ഓവർസിയർ ഗ്രേഡ് 2 ഗ്രേഡ് 3, 1 ഇയർ പ്രോഗ്രസീവ്, ബണ്ടിൽ കോഴ്സ് AE ബിടെക് ലെവല്, ബണ്ടിൽ കോഴ്സ് ഓവർസിയർ ഗ്രേഡ് 1 ഡിപ്ലോമ ലെവല്, ബണ്ടിൽ കോഴ്സ് ഓവർസിയർ 2 and 3 ഗ്രേഡ് 3. പറഞ്ഞാൽ അവസാനിക്കില്ല. കോഴ്സ് ലൈവ് ക്ലാസ്, എല്ലാ ദിവസവും രാത്രി ലൈവ് ക്ലാസ്. കോഴ്സ് സിവിൽ വാർ സിവിൽ വാർ ഇവന്റ് നടത്തുന്ന അതേ കാര്യങ്ങൾ നമുക്ക് ആർച്ചിവായിട്ട് മറ്റൊരു കോഴ്സായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ബിടെക് ലെവൽ സ്റ്റഡി ഗ്രൂപ്പ്, ഡിപ്ലോമ ലെവൽ സ്റ്റഡി ഗ്രൂപ്പ്, ITI ലെവൽ സ്റ്റഡി ഗ്രൂപ്പ്, സിവിൽ വാർ ഗ്രൂപ്പ്, ജനറൽ ഗ്രൂപ്പ്, എല്ലാ ഗ്രൂപ്പുകളിലും ഒക്കെ അവര് നിലയ്ക്കാത്ത ഫീച്ചേഴ്സാണ് അതിനകത്ത്. എൻറോൾ നവ് കൊടുക്കുക, മാസം 3000 രൂപ വെച്ചാണ് അതിനകത്ത് വരുന്നത്. ഇനി ഒരു വർഷത്തേക്ക് അത് എടുക്കുന്നവരെ സംബന്ധിച്ച് ആകെ 25,000 രൂപയാണ് വരുന്നത്. 25,000 രൂപയ്ക്ക് ഒരു വർഷം സേഫായി എല്ലാ കോഴ്സുകളും അതിനകത്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഞാൻ പറയുകയാണെങ്കിൽ മെമ്പർഷിപ്പിലേക്ക് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും പുതിയ പാറ്റേണിൽ നമ്മുടെ ആ രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ കോഴ്സുകളൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പഠിക്കാൻ വേണ്ടത് അതിനോടൊരു ഇഷ്ടമാണ് നമുക്ക് തോന്നേണ്ടത്, ശരിയല്ലേ? പഠിക്കുന്നതിനോട് നമുക്ക് എപ്പോഴും ഒരു ഇഷ്ടം തോന്നും. നമ്മുടെ പ്രാക്ടീസ് എക്സാം ഒക്കെ കണ്ടോ, പ്രാക്ടീസ് ലീഡർ ബോർഡ് ഉണ്ട്. പ്രാക്ടീസ് എക്സാം ചെയ്യുമ്പോൾ വെറും 10 ക്വസ്റ്റ്യൻ ആണ് ഒറ്റ തവണ വരിക. കണ്ടോ, 10 ക്വസ്റ്റ്യൻ ആണ് ഒറ്റ തവണ വരിക. 10 ക്വസ്റ്റ്യൻ ആണ് ഒറ്റ തവണ വരിക. അത് കഴിഞ്ഞാൽ റീടേക്ക് ചെയ്യണം, അത് കഴിഞ്ഞാൽ റീടേക്ക് ചെയ്യണം. അങ്ങനെ റീടേക്ക് എടുക്കുക എന്നുള്ള രീതിയിൽ ചെയ്യാം. അപ്പൊ നമ്മുടെ ഗ്രേഡ് ഇവിടെ ഗ്രേഡ് കാണിക്കും. ആ ഗ്രേഡ് ഇങ്ങനെ കയറി വരുന്നതായിട്ട് കാണാം. നമുക്ക് എപ്പോഴും ഒരു A ഗ്രേഡ് കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ്. A ഗ്രേഡ് അല്ലെങ്കിൽ B ഗ്രേഡ്, ഒരു ജോലി കിട്ടുന്ന രീതിയിൽ. അപ്പൊ ഈ കോഴ്സുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും നമ്മുടെ ഗ്രേഡ് തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയുള്ളൂ. A ഗ്രേഡ് അല്ലെങ്കിൽ B ഗ്രേഡ് നിലനിർത്തിക്കൊണ്ട് മാത്രം. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും, ഞാൻ ഓക്കെയാണ്, ഈ ടോപ്പിക്കിൽ ഞാൻ ഓക്കെയാണ്. അപ്പൊ ഇതിനകത്ത് ഗ്രേഡ് നിലനിർത്തുന്നതിന് വേണ്ടി ഒരു പ്രാക്ടീസ് എക്സാംസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അതിനകത്ത് ഓരോ ദിവസവും പഠിക്കുന്ന ടോപ്പിക്ക് ക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് വരിക. അപ്പൊ ആദ്യ ദിവസം പഠിക്കുന്നത് മുതൽ എല്ലാ ഭാഗവും നമ്മുടെ മെമ്മറൈസ് ചെയ്യാനായിട്ട് അത് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു ക്ലാസ് ഓൺലൈനിലോ ഓഫ്ലൈൻ ആയിട്ടോ മറ്റെവിടെയെങ്കിലും ഉണ്ടോ? സത്യസന്ധമായി നോക്കാം. ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കാണ് ഈ കോഴ്സുകൾ ഒന്ന് കാണണം, ഒന്ന് വാച്ച് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുള്ളത്, പർച്ചേസ് ചെയ്യൊന്നും വേണ്ട, താല്പര്യമുള്ളത്, ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം വെച്ചിട്ടുണ്ട്. ആ ഫോം ഫില്ല് ചെയ്ത് അയക്കുക. പ്രത്യേകിച്ച് ഒന്നുമില്ല, നിങ്ങളുടെ പേര്, ഇമെയിൽ ID, ഫോൺ നമ്പർ, ഏത് കോഴ്സാണ് വേണ്ടത്, അല്ലെങ്കിൽ അത് നിങ്ങളൊന്ന് സ്പെസിഫൈ ചെയ്ത് പറയാം. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കോഴ്സുകളായിക്കോട്ടെ, ഏതാണ് വേണ്ടത് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഏതാനും സമയത്തിന്, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഏതാനും സമയത്തിനകം തന്നെ അതിനകത്ത് നിങ്ങളെ എൻറോൾ ചെയ്യിച്ചു തരാം. ഒരു ദിവസം നിങ്ങൾ അത് കണ്ടു നോക്കുക, ഉപയോഗിച്ച് നോക്കുക. ഈ കോഴ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. വളരെ സന്തോഷമാവും ഞങ്ങളെ സംബന്ധിച്ച്. ആർക്കൊക്കെ താല്പര്യമുണ്ടോ, കോഴ്സ് പർച്ചേസ് ചെയ്യണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. ആർക്കൊക്കെ താല്പര്യമുണ്ടോ അവർക്കൊക്കെ ഈ ഫോം ഫില്ല് ചെയ്ത് അയക്കാവുന്നതാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ, എത്രയും സാധ്യമാകുന്ന എത്രയും നേരത്തെ തന്നെ നിങ്ങൾക്കത് ആക്ടിവേറ്റ് ചെയ്ത് തന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നതാണ്. മെസ്സേജിലൂടെയോ വാട്സപ്പിലൂടെയോ നിങ്ങളെ അറിയിക്കുന്നതാണ്. കോഴ്സ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടുകൊള്ളൂ എന്നുള്ളത്. നിങ്ങൾക്ക് ഏത് സമയവും നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതാണ് നമ്മുടെ പ്രത്യേകത. നമ്മളങ്ങനെ 10 തൊട്ട് 5 വരെ നോക്കുന്ന ആളൊന്നുമല്ല. ഞാൻ ഏറെക്കുറെ സമയങ്ങളിലൊക്കെ വാട്സപ്പിൽ നോക്കുന്നുണ്ടാവും, കാരണം എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ റിപ്ലൈ ഞാൻ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. നോക്കൂ, ഇത് മാജിക് കോഴ്സുകളായിട്ട് മാറുകയാണ്. ഇത് എൻ്റെ അഭിപ്രായമല്ല, കുട്ടികളുടെ അഭിപ്രായമാണ്. ഈ 2026 വന്നിരിക്കുന്ന കുറേയധികം സിവിൽ എഞ്ചിനീയറിംഗ് എക്സാമുകൾക്ക് ഇതൊരു ഒറ്റമൂലി തന്നെയാണ്. സിവിൽ സിയിലൂടെ നമ്മളത് സാധ്യമാക്കിയിരിക്കുകയാണ്. ഞാനും വളരെ ഹാപ്പിയാണ്. ഇപ്പോഴത്തെ ഒരു വിഷയം എന്താണെന്ന് നമ്മൾ ക്യാപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്, ഈ കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത് മറ്റെല്ലാം മറന്നുപോയാൽ ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞല്ലോ. ഇതെനിക്കും ബാധകമാണ്. ഞാൻ ഈ കോഴ്സ് പ്രിപ്പയർ ചെയ്യാനിരുന്നിട്ട് ഇതിന്റെ കണ്ടന്റ് തയ്യാറാക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ്. അതിനുവേണ്ടി ഇരുന്ന് എനിക്കും സമയം ഇതൊന്നും ഞാനും അറിയുന്നില്ല എന്നുള്ളതാണ്. രാത്രിയും പകലും ഏറെക്കുറെ പറഞ്ഞാൽ 24/7
ഇതിൻ്റെ പുറകെയാണ്. വീട്ടുകാർ ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾക്ക് എന്തു പറ്റി എന്ന് ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ പുതിയ കോഴ്സുകൾ തുടങ്ങിയതിന് ശേഷം വീട്ടിലെ കാര്യങ്ങൾക്കൊന്നും തന്നെ കിട്ടുന്നില്ല എന്നുള്ള പരാതി വളരെയധികമാണ്. കാരണം നമുക്ക് മറ്റൊന്നിലും ശ്രദ്ധിക്കാൻ തോന്നുന്നില്ല. ഇതൊരു ഹരമാണ്. കുട്ടികളുമായിട്ട് സംവദിക്കുക, അവരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കുക, അതുപോലെ തന്നെ കോഴ്സിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കുക, ധാരണ കൊടുക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക എൻ്റെ ഉത്തരവാദിത്വമാണ്. തീർച്ചയായിട്ടും നമ്മുടെ സിവിലിസി ടീമിൽ നിങ്ങൾക്കും അംഗമാകാം. അതിനൊരു തുടക്കമാകട്ടെ നമ്മുടെ ഈ ഡെമോ പദ്ധതി. ഇത് ഈ കോഴ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ഫോം ഫില്ല് ചെയ്യുക. അങ്ങനെ ഡെമോ നിങ്ങൾ കാണുക. ഡെമോ ഒന്നുമല്ല, ഒറിജിനൽ കോഴ്സ് നിങ്ങളൊരു ദിവസം ആസ്വദിക്കുക. ജോയിൻ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾ അതിൻ്റെ അഭിപ്രായം എന്നെ ഒന്ന് എങ്ങനെയെങ്കിലും അറിയിക്കുക. എൻ്റെ വാട്സപ്പ് നമ്പറൊക്കെ ഉണ്ട്, നിങ്ങളതൊന്ന് അറിയിക്കുക, എങ്ങനെയുണ്ട് എന്ന് പറയുക. തീർച്ചയായിട്ടും ഒത്തിരി വർക്ക് ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട്, പണിയെടുക്കുന്നുണ്ട്, രാവും പകലും ഇല്ലാതെ പണിയെടുക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ്, നിങ്ങളുടെ നിർദ്ദേശങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഇത്രയും കാലം വിൻസെൻ്ററിനോട്, ടീം സിവിലിസിയോട് സഹകരിച്ച എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നന്ദി. ഈ പുതിയ കോഴ്സുകളും പുതിയ മെമ്പർഷിപ്പുകളും നിങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചു എന്നുള്ളതിലുള്ള സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. ഏതായാലും ഈ കോഴ്സിന് അഡിക്റ്റ് ആവുന്നത് നല്ലത് തന്നെ. 2026 നല്ലൊരു ജോലി കിട്ടാനായിട്ട് ഇത് നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പർ സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷനിലോ ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് സംവദിക്കുന്നതിന് ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഒപ്പം 2026 നല്ലൊരു വിജയം എല്ലാവർക്കും ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി.